ആരോ വിളിച്ച് പറഞ്ഞത് അതൊരു തോക്കാണെന്ന്. വിദേശ രാജ്യത്ത് വെച്ചൊരു പോലീസ് പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക, നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അവരൊരു കുറ്റവാളിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ എന്നെ തലയിൽ കൈയൊക്കെ വെപ്പിച്ച് തിരിഞ്ഞു നിർത്തി ശരീരമാസകലമൊക്കെ പരിശോധിച്ചു എന്നുള്ളത് എൻ്റെ യാത്രയിലെ ഏറ്റവും വലിയ ഒരു മറക്കാനാകാത്ത ഒരു സംഭവമാണ് സിഡ്നിയിലെ പോലീസിൻ്റെ ഈ പരിശോധന. പോലീസൊക്കെ പോയതിന് ശേഷം ഞാൻ പോയെന്ന് കറങ്ങി മാൻഡി ബീച്ചിലൊക്കെ പോയിട്ട് വന്നതാണ്. ഈ സ്ഥലത്ത് വെച്ച് തന്നെ എനിക്ക് എനിക്കുണ്ടായ അനുഭവം ഒന്ന് ഷൂട്ട് ചെയ്ത് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചിവിടെ വന്നിട്ട് ഇതേ സ്ഥലത്ത് ഇതേ പൊസിഷനിൽ വന്നാണ് ഞാനിതിപ്പം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരു 11 മണിക്ക് ഞാനിങ്ങനെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നടന്ന് ഇവിടെ ഹാർബറിൽ വന്നിട്ട് ഇവിടുന്ന് മാൻലി ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വരികയായിരുന്നു. വരുന്ന വഴിക്ക് ഫോട്ടോയും വീഡിയോയും എടുത്തെടുത്ത് വരികയായിരുന്നു. വരുന്ന വഴിക്ക് താമസ സ്ഥലത്തിനടുത്ത് ചൈന ടൗണാണ്. അവിടെ നിന്ന് അടുത്ത ടൗൺ ഹാളുണ്ട്. അപ്പോൾ അവിടെ ടൗൺ ഹാളിൽ പ്രവേശനം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനവിടെ 2 സെക്യൂരിറ്റിയിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് അവിടെ പ്രവേശനമില്ല, വല്ല ഈവൻസുകൾ, മ്യൂസിക്കൽ ഈവൻസോ അങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോൾ മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് റോഡ് ബസ് പോകുന്ന മറ്റ് ഒരു സൈഡുണ്ട്, ആ സൈഡ് വഴി നടന്ന് ഈ ഭാഗത്ത് ഇങ്ങനെ എത്തിയപ്പോഴത്തേക്ക് അങ്ങ് അകലെ, ഈ കാണുന്ന അങ്ങ് അകലെ 2-3 പോലീസ് ജീപ്പ് നല്ല സൈറൺ മുഴക്കി വരുന്നതാണ്. എന്നിട്ട് 2 തൽക്കാലം അവിടെ നിർത്തിയിരിക്കുന്ന കണ്ടു. നിർത്തിയതിന് ശേഷം ഒരെണ്ണം ഈ വഴി വല്ല ട്രെയിൻ പോകുന്ന ആ സൈഡിൽ കൂടെ അങ്ങോട്ടും പോയി, ഒരെണ്ണം നേരെ എൻ്റെ അടുത്തോട്ട്. അപ്പോൾ ഞാൻ ഈ സിഗ്നൽ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്, അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ വേണ്ടി. ഇതാണ് ക്രോസിങ് ബ്രിഡ്ജാണ്, ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ ഈ പോലീസ് എൻ്റെ നേരെ കൊണ്ട് നിർത്തിയിട്ട് സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങ് അന്തം വിട്ടു. ഞാൻ വിചാരിച്ചു ഇനി പോലീസ് വരുന്നതുകൂടെ ഞാൻ വീഡിയോ എടുത്തോ. അപ്പോൾ പോലീസ് അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ കെട്ടിടം കൂടെയൊക്കെ ചരിഞ്ഞ് നിന്ന് എടുക്കുകയായിരുന്നു. അങ്ങനെ എടുത്ത് കഴിഞ്ഞ ഉടൻ തന്നെ പോലീസ് വന്ന് എൻ്റെ മുമ്പ് എന്നിട്ട് കൊണ്ട് നിർത്തിയിട്ട് ഒരു ലേഡിയാണ് ചാടി ഇറങ്ങി വന്നിട്ട് സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം ഡ്രൈവറായിരുന്ന ആൺ പോലീസും ഉണ്ടായിരുന്നു. ആൺ പോലീസും വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് ബാക്കിലോട്ട് നിൽക്കാൻ പറഞ്ഞു. ബാക്കെന്ന് പറഞ്ഞാൽ ഈ സ്ഥലമാണ്, കാരണം എൻ്റെ ബാഗ് ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ ബാഗ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് എന്നെ കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ വന്നിട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങ് ആകെ പേടിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു എന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അവർ വളരെ ഗൗരവത്തോടു കൂടിയാണത് പറയുന്നത്. അപ്പോൾ ഞാൻ അനുസരിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം വന്നിട്ട് ബാഗൊന്നും തോളിൽ നിന്ന് എടുക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. ആദ്യം ഞാൻ കൈ വെച്ചത് ശരിയായില്ല. അപ്പോൾ ഒന്നുകൂടെ അവർ ആക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഞാൻ നിന്നതിന് ശേഷം എൻ്റെ ശരീരം ബാഗ് കിടക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരം മുഴുവൻ അവർ പരിശോധന നടത്തി. പോക്കറ്റിൽ കൈയിട്ട് നോക്കി. ഒരു ആൺ പോലീസായിരുന്നു. അവർ ഗ്ലൗസൊക്കെ ഇട്ടതിന് ശേഷമാണ് പരിശോധന തുടങ്ങിയത്. കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് എൻ്റെ പാൻസിൻ്റെ പോക്കറ്റൊക്കെ തപ്പിയതിന് ശേഷം പോക്കറ്റിനകത്ത് സിബ് ഊരിയിട്ട് അവർ എന്നെ നോക്കുകയാണ്. ഞാൻ കൈയും കെട്ടി ഇപ്പോൾ കൈ പൊക്കെ തലയെ വെച്ചിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എൻ്റെ പോക്കറ്റിനകത്ത് കൈയിട്ട് നോക്കി. അപ്പോഴത്തേക്കിനകത്ത് ടിഷ്യൂ പേപ്പറാണ് ഉണ്ടായിരുന്നത്. ആ ടിഷ്യൂ പേപ്പർ അവരങ്ങ് എടുത്ത് ഇവിടെ തറയിൽ വെച്ചു. അതിനുശേഷം പിന്നീട് എൻ്റെ ഈ ഡ്രസ്സ് പിടിച്ച് താഴ്ത്തിയിട്ട് എൻ്റെ അണ്ടർവെയറിൻ്റെ പോക്കറ്റിനകത്ത് കൈയിട്ട്, അപ്പോൾ അതിനകത്ത് ഞാൻ പൈസ വെച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ആ പൈസയൊക്കെ എടുത്ത് വെളിയിൽ ചുമ്മാ അങ്ങോട്ടങ്ങ് എറിയാണ്. അതിന് ശേഷം എൻ്റെ കോട്ട് ഊരി മാറ്റിയ ശേഷം കോട്ടിൻ്റെ പോക്കറ്റൊക്കെ തപ്പി നോക്കി. അതിൽ കിടന്നെല്ലാം വലിച്ചു വാരി വെളിയിട്ടു. അതിനുശേഷം എൻ്റെ ഇളി കെട്ടേക്കുന്ന ഈ മണി ബാഗ് ഉണ്ടല്ലോ, ഈ മണി ബാഗ് അവർ അഴിച്ച് മാറ്റിയിട്ട് അതിനൊക്കെ മൊത്തം മറ്റേ പെൺ പോലീസും കൂടെ ഒന്ന് തുറന്ന്. ആ നിമിഷം തന്നെ വേറെ 3 കാറിൽ കൂടെ പോലീസ് വന്നു. അപ്പോൾ ആകെ 4 വണ്ടി പോലീസ് എന്നെ ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ ഈ മധ്യഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, കൈയും തലയെ കെട്ടി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എനിക്കിനെ മനസ്സിലായില്ല. അപ്പോൾ ഇയാൾ എന്തൊക്കെ ആദ്യം വന്നിറങ്ങിയ ഉടനെ മറ്റേ ഡ്രൈവർ ആൺ പോലീസ് എന്തൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് സ്ലോയിൽ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ് യുവർ ഫേസ് മാച്ചസ് സമൺ എൽസ് എന്ന് പറഞ്ഞു. എൻ്റെ ഫേസ് അവർക്ക് സംശയമുള്ള ഏതോ ഒരു ക്രിമിനലായിരിക്കണം, ക്രിമിനലിൻ്റെ ഫേസുമായിട്ട് സാമ്യമുണ്ട്.
Then also somebody informed the police that you are carrying a gun എന്ന് പറഞ്ഞു. അപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞു താങ്കളുടെ കൈവശം തോക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ച് ഇനി ഗൺ ഇൻ യുവർ പോക്കറ്റ് ഓർ ഇൻ യുവർ ബാഗ്? ഞാൻ പറഞ്ഞു നോ നെവർ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ മറ്റുള്ള പോലീസുകാർ നോക്കിയിട്ടുണ്ട് ഒരു ലേഡിയുണ്ട്. അപ്പോൾ ലേഡി ഉടനെ ഫോൺ എടുത്തിട്ട് എൻ്റെ അടുത്ത് പിന്നെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ചോദിച്ചു. മൊബൈൽ അടിച്ചു നോക്കിയിട്ട് പിന്നെ എന്ന് ഇവിടെ വന്നു, എപ്പോൾ പോകും, എത്ര ദിവസം ഉണ്ടായിരുന്നു, എവിടെയാണ് താമസിക്കുന്നത്. അപ്പം താമസിക്കുന്ന ഹോട്ടലിൻ്റെ കാർഡൊക്കെ ഉണ്ടായിരുന്നു, ID കാർഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാർഡൊക്കെ എടുത്ത് കൊടുത്തു. അതൊക്കെ നോക്കി അപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുകൊണ്ടായിരിക്കണം എന്തോ ഇങ്ങനെയൊക്കെ എന്നെങ്ങനെ നോക്കി തന്നെ അവർ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് എൻ്റെ ഇരുന്ന ഈ ക്യാമറയാണ് അവർക്ക് പ്രശ്നമായത്. എൻ്റെ സെൽഫി സ്റ്റിക്ക് അതിങ്ങനെ മടക്കി ഇങ്ങനെ ചരിച്ച് വെച്ചിരുന്നാൽ എന്തോ ഒരു ആയുധം പോലെ അവർക്ക് തോന്നി. അത് ഷാർപ്പ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോയെന്നുകൂടെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് സെൽഫി സ്റ്റിക്കാണെന്ന് ഇങ്ങനെ നീട്ടി വയ്ക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തില്ല. അവരെന്താ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് പോലീസ് 2-3 പേരെടുത്ത് ഈ ക്യാമറ പരിശോധിച്ചു. ക്യാമറ അല്ല, സ്റ്റിക്ക് എടുത്ത് വെച്ച് പരിശോധിച്ച്. അപ്പോൾ പരിശോധിച്ചിട്ട് അയാൾ ഒരു ആംഗിൾ പിടിച്ച് വെച്ചിട്ട് പറഞ്ഞത് ഈ ആംഗിളിരിക്കുമ്പോഴത്തേക്ക് തോക്കിനെ പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആരോ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ തോക്കും കൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു 4 വണ്ടി പോലീസ് ഇവിടെ സിഡ്നിയിൽ ഈ ഭാഗത്ത് പല ഭാഗത്തും ഇങ്ങനെ എന്താ പറയുക റെഡ് ലൈറ്റ് ഇട്ട് സിഗ്നൽ ഇട്ട് ഇങ്ങനെ ചീറിപ്പായുകയായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് ഈ ഭാഗത്ത് അപ്പോഴത്തേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് ഈ പോലീസ് പെട്ടെന്ന് കൊണ്ട് നിർത്തിയിട്ട് ഇതോ ആണെന്ന് അവർ തമ്മിൽ പറയുകയും ആദ്യം ആ ലേഡി പോലീസ് ചാടി ഇറങ്ങി. പിന്നീടാണ് മറ്റേ പോലീസ് വന്നത്. 2 പേരും കൂടെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. അവസാനം പോകാൻ നേരത്ത് താങ്ക്സ് പറഞ്ഞു, പിന്നെ ഷേക്ക് ഹാൻഡൊക്കെ തന്നിട്ടാണ് എന്നെ വിട്ടത്. ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഹാവ് എനി പ്രോബ്ലം? പറഞ്ഞു നോ പ്രോബ്ലം, യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്ക് ഈ സ്റ്റിക്ക് വീണ്ടും അവരെടുത്തുകൊണ്ട് പോയി വീണ്ടും അവർ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവർ ഫോട്ടോ എടുത്തു. ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞ് അവർ പിടിച്ച് വെച്ച് കാണിച്ചു തന്നു. ക്യാമറയും സ്റ്റിക്കും കൂടെ ചേർന്ന് വരുന്നത് എന്നെ ഫോട്ടോ എടുത്തു. ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അവർ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് വലിയ പേടിയും തോന്നുന്നു ആദ്യം സമയം. ഞാൻ വിചാരിച്ചു ഇനി പോലീസ് വണ്ടിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. ഫോട്ടോ ഞാൻ എടുത്തു. കാര്യം എന്ന് വെച്ചാൽ അത് ഇവിടെ വന്നപ്പോഴത്തേക്കിൽ പോലീസിൻ്റെ ആ സൈറൺ മുഴക്കി വരുന്ന പോലീസ് ജീപ്പൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് ലോങ് ഷോട്ട് എടുത്തുള്ള എടുത്തുകൂടാന്നുള്ളവരെ എനിക്കും അറിയാം. ഞാൻ അങ്ങനെ എടുത്തതല്ല, മറ്റേ കെട്ടിടങ്ങൾ എടുത്ത കൂട്ടത്തിൽ കൂടെ അതുകൂടെ ഉൾപ്പെടുത്തി എടുത്തു എന്നുള്ളതല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ പോലീസ് എൻ്റെ പിന്നെ വണ്ടിയുടെ അല്ലെങ്കിൽ പോലീസിൻ്റെ പടം എടുത്തുകൊണ്ടാണോ എന്നൊരു സംശയമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാര്യം രേഖകളെല്ലാം പെർഫെക്റ്റ് ആണല്ലോ. പിന്നെ പാസ്പോർട്ടൊന്നും ചോദിച്ചില്ല. ഞാൻ വിചാരിച്ച പാസ്പോർട്ട് ചോദിക്കുന്നു, ഉണ്ടെങ്കിൽ എൻ്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടായിരുന്നു, മൊബൈലിൽ എൻ്റെ കോപ്പി ഉണ്ടായിരുന്നു, അത് കാണിക്കാമായിരുന്നു. അങ്ങനെ സിഡ്നി എന്ന് പറയുന്നത് ഇന്ന് 18-ാം തീയതിയാണ്. ഇവിടെ വന്നിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ്. നാളെ രാവിലെ ന്യൂസിലൻഡിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇവിടെ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ്. ഇത് 46-ാമത്തെ രാജ്യവും 6-ാമത്തെ ലാസ്റ്റ് കോണ്ടിനെൻറ്റുമാണ്. ഇതുവരെയും എന്നെ ഒരു പോലീസ് ഇതുപോലെ തടഞ്ഞു നിർത്തിയിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എന്തായാലും ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമായി മാറുകയാണ്. ഇതായിരുന്നു സ്ഥലം, സിഡ്നിയിലെ ഹാർബർ ബ്രിഡ്ജ്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇതാണ്. ഇവിടെയാണ് ഈ കാണുന്നതാണ് ഹാർബർ. അപ്പോൾ ഈ ഹാർബറിൽ ഇനി എന്നും എക്കാലവും ഓർമ്മിക്കത്തക്ക രീതിയിലാണ്. ഞാൻ ഇതുപോലൊരു ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പിന്നെ ഇവിടെ വെച്ച് കണ്ട ഇവിടെ ഓസ്ലോയിൽ, അതായത് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ ഞാൻ ഇതേപോലെ റോഡ് വഴി നടന്നു പോകുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു പോലീസ് കൊണ്ടുവന്ന് ഒരു ചെറുപ്പക്കാരൻ പയ്യനെ തടഞ്ഞു നിർത്തിയിട്ട് ഇതേ ഫാഷൻ തന്നെ കൈയൊക്കെ തലയിൽ വെപ്പിച്ച് ബോഡി സകലം പരിശോധിച്ച് ബാഗിൽ കിടന്നെല്ലാം വാരിയിട്ട് അവസാനം എല്ലാം ഒക്കെ ചെയ്തതിന് ശേഷം പുള്ളിക്ക് ഷേക്ക് ഹാൻഡും കൊടുത്ത് താങ്ക്സൊക്കെ പറഞ്ഞ് വിടുന്ന കണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. പിന്നെ ഇന്ന് എന്തോ എനിക്കൊരു ഉൾക്കണ്ണുണ്ടായിരുന്ന പോലെയാണ്. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ പാസ്പോർട്ട് എടുത്ത് കൈ വെച്ചില്ല. ബാക്കി എല്ലാ ദിവസവും പാസ്പോർട്ട് അതിനകത്ത് കുറച്ച് $, ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ റൂമിൽ വെച്ചേക്കാതെ കൊണ്ടുവിടാം. പക്ഷെ ഇന്ന് ഞാൻ ഇറങ്ങി ഒരു 5 മിനിറ്റ് നടന്നതിന് ശേഷമാണ് ഇത് ഓർക്കുന്നത്. ഞാൻ തിരിച്ച് പോകാനായിട്ട് തുടങ്ങിയിട്ട് ഞാൻ വിചാരിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പിന്നെ മൊബൈലിൽ കിടപ്പുണ്ടല്ലോ അത് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴേ എനിക്ക് ഒരു ശകനം ആയിരുന്നു എന്നാണ് തോന്നുന്നത്.
എന്തായാലും ആ ശകുനം മാറിക്കിട്ടി. അപ്പോൾ എന്ന് പോകുമെന്ന് ആ ലേഡി ഓഫീസറാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഞാൻ 8:30 ന്യൂസിലൻഡിലേക്ക് പോകും. പോയിട്ട് 1-ാം തീയതി വീണ്ടും ഓസ്ട്രേലിയയിലെ മെൽബണിൽ വരും. പിന്നീട് അഡലേഡിൽ പോയിട്ട് 10-ാം തീയതി നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. കണ്ണമ്പിള്ള ഭയങ്കര ഗൗരവം. അവരൊക്കെ അങ്ങോട്ട് ചിരിയുന്നു മതി. പക്ഷേ മറ്റേ ആൺ ഡ്രൈവറായിട്ടുന്ന പോലീസുകാരന് കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരെ ചിരിക്കുന്നുണ്ട്. പുള്ളി അല്പം സോഫ്റ്റായിരുന്നു. ബാക്കി രണ്ടത്തെ ഇവിടെ പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെ നോക്കിക്കൊണ്ട് വന്നിട്ട് അവർ ഈ ക്യാമറ സ്റ്റിക്കിനെ കുറിച്ചുള്ള വിവരണങ്ങൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ അടുത്താണ് ഇത് തായ്ലൻഡിൽ പോയപ്പോഴാണ് ഇതുപോലത്തെ 2 സ്റ്റിക്ക് മേടിച്ചത്. ഈ സാധനം ഒരെണ്ണം ഞാൻ ലുലു മാളിൽ നിന്ന് മേടിച്ചത്. അന്ന് 3000 രൂപ. സാധനത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് അവർ ഭയങ്കര ചാർജ് വാങ്ങി. എനിക്ക് 1500 രൂപയെ ആയുള്ളൂ പിന്നെ തായ്ലൻഡിൽ നിന്ന് മേടിക്കാൻ. അതുകൊണ്ട് ഞാൻ 2 മേടിച്ചു. മറ്റത് അവിടെ വെച്ച് ചെറിയ ഡാമേജ് വന്നു. അപ്പോൾ ഇതും കൊണ്ട് നടക്കുന്ന ഇത് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം, ട്രൈപോഡ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അത് കാണുമ്പോഴത്തേക്ക് അല്പം ഒത്തിരി ഹെവി ആയിട്ട് തോന്നും. അപ്പോൾ അതിനകത്ത് ഒരു ഹാൻഡിലും പക്ഷേ ഇതുപോലെ പിന്നെ ഗോപ്രോയും വയ്ക്കാം. അതുപോലെ തന്നെ മൊബൈൽ 2 അഡാപ്റ്റർ ഉണ്ട്, 2 വയ്ക്കാം. പിന്നെ ഒരു ഹാൻഡിൽ പോലെ സാധനമുണ്ട്, റിമോട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ആരോ വിളിച്ച് പറഞ്ഞതാണ്. എന്തായാലും എൻ്റെ വിരോധികളാരും ഓസ്ട്രേലിയ ഇല്ലാത്തതുകൊണ്ട് സഹിക്കുക. അവിടെ ആണെങ്കിൽ നമുക്ക് പറയാം നമ്മളെ വിരോധികൾ ആരോ ചൂണ്ടിക്കൊടുത്തെന്ന് പറയാം. പക്ഷേ അങ്ങനെയല്ല. എനിക്ക് സംശയം പിന്നെ ടൗൺ ഹാളിൽ വെച്ച് 2 സെക്യൂരിറ്റികളടുത്ത് ഞാൻ ചോദിച്ചു ഇവിടെ പാർലമെൻറ്റ് ഏത് ഭാഗത്താണ്. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടിരുന്നു പാർലമെൻറ്റ്. അവിടെ വിസിറ്റേഴ്സ് അലൗഡാണെന്ന് ചോദിച്ചു. അപ്പോൾ വിസിറ്റേഴ്സ് അലൗഡല്ല, പോയി നോക്കൂ എന്താണെന്ന് അറിഞ്ഞുകൂടാന്ന് അവർക്ക് പറഞ്ഞു. ഇനി അവരോ അല്ലെങ്കിൽ ഞാൻ റോഡിലുടനീളം ഈ മെട്രോ പോണതും ട്രാം പോണതും പിന്നെ ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ഒരുപാട് ഫോട്ടോയും വീഡിയോ എടുത്തെടുത്ത് വന്ന് അപ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നിക്കാണും. എന്നാൽ 3-4 ദിവസം കൊണ്ട് ഈ ഏരിയയിൽ മൊത്തം ഞാൻ ഇതും കൊണ്ട് കിടന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. എന്നിട്ടൊന്നും ആർക്കും ഒരു സംശയം ഒന്നും വന്നില്ല. ഇന്നാണ് ആ സംശയം വന്നത്. എന്തായാലും കുഴപ്പമില്ല. ഇവിടെ പോലീസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായി. പക്ഷെ അവർ ഭയങ്കര സ്ട്രിക്റ്റാണ്. ആദ്യം ഒന്നും നമ്മളെ പേടിപ്പെടുത്തും. തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞാൽ പരിശോധന കഴിയുന്നത് വരെ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനിങ്ങനെ തലയിൽ കൈ വെച്ച് ഇങ്ങനെ നിൽക്കേണ്ടി വന്നു. അത് തിരിഞ്ഞിരിക്കണം. അവരെ ഫേസ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല, പുറം തിരിഞ്ഞ് വേണം നിൽക്കാനുള്ളത്. എന്തായാലും ഈ ഏരിയ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയയിൽ വന്നപ്പോഴത്തേക്കും എനിക്കുണ്ടായ ഏറ്റവും നല്ല അനുഭവം. പക്ഷേ ഓസ്ട്രേലിയൻ സിഡ്നി ഞാൻ കേട്ടിട്ടുള്ളതും അങ്ങനെയാണ്. ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റിൽ സിഡ്നിയാണ് ഏറ്റവും മനോഹരം. സിഡ്നി കണ്ടു, വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിറ്റി. ഇവിടെ പിന്നെ അനങ്ങാൻ പറ്റത്തില്ല ആർക്കും. ഇവിടെ മദ്യവും വ്യഭിചാരവും അങ്ങനെയുള്ള പരിപാടികൾ യാതൊന്നുമില്ല. ഹോട്ടലുകളിൽ പോലും ഇരുന്ന് മദ്യപിക്കാൻ കഴിയില്ല. പിന്നെ ഹോട്ടൽ മീൻസ് നമ്മൾ താമസിക്കുന്ന റൂമിലും അവിടെയെങ്കിലും ഇവിടെ മദ്യം വിളമ്പുന്ന ബാറുകളുണ്ട്. ബാറുകളിൽ മാത്രം പോയിരുന്ന് മര്യാദയ്ക്ക് കഴിക്കുക, നേരെ പോയി കിടന്നുറങ്ങുന്നു. അല്ലാതെ റോഡിലെങ്ങും മറിഞ്ഞ് തിരിയാനോ യാതൊന്നും പറ്റില്ല. പോലീസൊന്നും അങ്ങനെ റോഡിലൊന്നും കാണുന്നില്ല. എല്ലാം CCTV ക്യാമറയാണ്. പിന്നെ അതെല്ലാം പോലീസ് നോക്കി കണ്ടോളും. എവിടെ പ്രശ്നം ഉണ്ടായിരുന്നാലും ശരി ഇതുപോലെ പോലീസ് പാഞ്ഞെത്തുകയും അവനെ പൊയ്ക്കൊണ്ട് പോവുകയും ചെയ്യും. റോഡിലെങ്ങും ഒരു ട്രാഫിക്കിലൊന്നും പോലീസില്ല. അല്ലെങ്കിൽ പോലീസ് നമ്മുടെ നാട്ടിലെ പോലെ എപ്പോഴും ജീപ്പിൽ ചീറിപ്പാഞ്ഞ് നടക്കുന്ന ഒന്നുമില്ല. പോലീസ് സ്റ്റേഷൻ കാണും. ഒരിക്കലും ഇതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും അവർ പുറത്തേക്ക് പോവുക ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് സിഡ്നിയിൽ വന്ന 5-ാം ദിവസം എനിക്കുണ്ടായ ഒരു ഏറ്റവും വലിയ അനുഭവം. ഇന്നത്തെ അനുഭവം മാത്രമല്ല, ഞാൻ ഈ 46 രാജ്യങ്ങളും 6 എല്ലാ കോണ്ടിനെൻറ്റും പിന്നെ സന്ദർശിച്ചിട്ടും ആദ്യമായിട്ട് എനിക്കുണ്ടായ അനുഭവമാണ്. കഴിഞ്ഞ തവണ ഞാൻ പിന്നെ ലാവോസ് കംബോഡിയൊക്കെ പോയിരുന്നു. അപ്പോൾ ലാവോസിൽ വെച്ച് ഒരു ലേഡി പോലീസുകാരിയോടൊപ്പം നിന്ന് ഞാൻ ഫോട്ടോ എടുത്തപ്പോഴത്തേക്കിന് ഫേസ്ബുക്കിൽ ഇട്ടുന്നപ്പോഴത്തേക്കിന് എന്നോട് ആരോ അതിൻ്റെ കമൻ്റ് ഇട്ടിരുന്നു, സാറിനെ പോലീസ് പിടിച്ചു വന്നു. ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത്. ചോദിച്ചത് ഇപ്പോൾ എന്നെ പിടിച്ചിരിക്കുകയാണ്. ആ കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ വിചാരിച്ചപ്പോൾ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി എന്നെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുമെന്ന്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. കാരണം നമ്മളെ കയ്യിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ല ക്രിമിനൽ ആക്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡീപ്പോർട്ട് ചെയ്യുകയോ ഫൈൻ അടിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചകത്തിടുകയോ ചെയ്യുള്ളൂ. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാ രേഖകളും ക്ലിയറാണ്. അപ്പോൾ ലേഡി ഓഫീസർ ചോദിച്ചു, ഓസ്ട്രേലിയ 2-ാം തവണയാണ്. ഞാൻ പറഞ്ഞു 2-ാം തവണയാണ്, പക്ഷേ ഫസ്റ്റ് ടൈം പുറത്ത് വഴി ട്രാൻസിറ്റ് ആയിരുന്നു, ഞാനിവിടെ ഇറങ്ങിയില്ല. ഇത് 2-ാം തവണയാണ്. ഇനി ഞാൻ ന്യൂസിലൻഡിൽ പോയിട്ട് വീണ്ടും ഇവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അതൊക്കെ കേട്ടോണ്ട് വന്നേ ഉള്ളൂ. അവസാനം താങ്ക്സ് പറഞ്ഞു. പക്ഷേ പെണ്ണുമുള്ള ചിരിക്കണമെന്നില്ല, ലേഡി ഓഫീസർ ചിരിക്കണമെന്നില്ല. മറ്റേ എന്നെ പരിശോധിച്ച അയാൾ അവസാനം അയാളത്തിരി ഒരു കൊള്ളാം
ചിരിക്കുകയും കാര്യങ്ങൾ നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഐ ക്യാൻ കോപ്പറേറ്റ് വിത്ത് യു. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓക്കെ. അപ്പോൾ നാളെ നേരെ ന്യൂസിലൻഡിലേക്ക്. എനിക്ക് സിഡ്നിയിൽ വെച്ച് പണി തന്ന എൻ്റെ ഗോപ്ര ക്യാമറയും ട്രൈപോഡ് സ്റ്റാൻഡും. ഇപ്പോൾ സിഡ്നി പോലീസിൻ്റെ ദേഹ പരിശോധന എല്ലാം കഴിഞ്ഞതിന് ശേഷം 3-4 പോലീസുകാർ എൻ്റെ ചുറ്റാതെ നിൽക്കുകയാണ്. അവർക്ക് പലർക്കും അവരിത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഈ പലരും മാറിയും തിരിഞ്ഞുമൊക്കെ ഈ സ്റ്റാൻഡ് മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു മുതിർന്ന ഒരു പോലീസുകാരുണ്ടെന്ന് അയാൾ പറയുന്നതായിട്ട് കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അവസാനം അവർ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് ബോഡിയിലോട്ട് ചേർത്ത് വയ്ക്കണം, ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ പോരാ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഒന്ന് കറക്റ്റ് ഇങ്ങനെ പിടിച്ചു വെച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് ഇതേപോലെ നെഞ്ചും അല്ലെങ്കിൽ മുഖവും ക്യാമറയൊക്കെ അടുത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചാണ് പിടിച്ചത്. അവർ ഫോട്ടോ എടുത്ത് അതിനുശേഷം അവർ പലരും പോയി. പക്ഷേ എന്നിട്ട് ഒരു പോലീസുകാർ അത് മേടിച്ചിട്ട് വീണ്ടും തിരിച്ച് മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും അവർക്കൊന്നും. അതിനകത്ത് മൊബൈൽ വയ്ക്കാനുള്ള അഡാപ്റ്ററാണ്, ഇതിൻ്റെ ലോക്കാണ്. പക്ഷേ ഇതിങ്ങനെ നമുക്ക് വലിച്ച് നീട്ടി ഇതൊരു ട്രൈപോഡ് സ്റ്റാൻഡായിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തറയിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അവരെ കാണിച്ചു കൊടുത്തെങ്കിൽ അവർക്ക് പെട്ടെന്ന് സംശയം തീർന്നു. പക്ഷേ ഞാനതിന് മെനക്കെട്ട് അവർ ചോദിക്കാത്ത കാര്യങ്ങൾക്ക് ഉത്തരം പറയണ്ടെന്ന് കരുതി ഞാൻ മിണ്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. അവർ പരിശോധന കഴിഞ്ഞിട്ട് പോയപ്പോൾ അങ്ങനെ ഈ ക്യാമറയും കൊണ്ട് നടന്നാണ് എനിക്ക് പണി കിട്ടിയത്. ഞാൻ ഏത് രാജ്യത്ത് പോയിരുന്നാലും ശരി മൊബൈൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ഗോപ്രോയിൽ ഈ ട്രൈപോഡ് സ്റ്റാൻഡാണ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് വളരെ എളുപ്പമാണ്. ഇത് പല പൊസിഷനിൽ തിരിക്കാനും നീളം കൂട്ടാനും അതുപോലെ തറയിൽ വെച്ച് ട്രൈപോഡാക്കി സ്റ്റാൻഡുണ്ട് അങ്ങനെ വെച്ചെടുക്കാനും ഒക്കെ വളരെ ഈസി ആയിട്ടുള്ളതാണ്. പിന്നെ ഗോപ്രോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഗോപ്രോ അഴിച്ച് മാറ്റിയതിന് ശേഷം ഈ മൊബൈൽ അഡാപ്റ്റർ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്ക് മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഇതിനെ ഈ പൊസിഷനിലോട്ട് മാറ്റിയിട്ട് ഇവിടെ മൊബൈൽ വയ്ക്കും. മൊബൈൽ വെച്ചിട്ട് സെൽഫി എടുക്കും, തറയിലും വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സിഡ്നിയിൽ വെച്ച് എനിക്ക് പണി കിട്ടിയ അല്ലെങ്കിൽ പണി തന്ന എൻ്റെ ക്യാമറയും ട്രൈപോഡ് സ്റ്റാൻഡും. പക്ഷെ അതൊരു വളരെ ഒരു എന്താ പറയുക ഒരു അനുഭവമായിരുന്നു. അത് ഒരു വിദേശ രാജ്യത്ത് വെച്ചൊരു പോലീസ് പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക, നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അവരൊരു കുറ്റവാളിയെ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ എന്നെ തലയിൽ കൈയൊക്കെ വെപ്പിച്ച് തിരിഞ്ഞ് നിർത്തി ശരീരമാസകലമൊക്കെ പരിശോധിച്ചു എന്നുള്ളത് ഒരു എൻ്റെ യാത്രയിലെ ഏറ്റവും വലിയ ഒരു മറക്കാനാകാത്ത ഒരു സംഭവമാണ് സിഡ്നിയിലെ പോലീസിൻ്റെ ഈ പരിശോധന. പിന്നെ എങ്ങും അതിനുശേഷം ഞാൻ പല രാജ്യങ്ങളിൽ പോയി, എന്നിട്ട് അവിടെ എങ്ങും ഇത് സംഭവിച്ചിട്ടില്ല, ആരും ശ്രദ്ധിക്കാറില്ല. എനിക്കൊന്ന് സിഡ്നി പോലീസ് കണ്ടിട്ടുണ്ടാവും, എന്താണോ ഒരു സംശയം എന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഞാൻ ഈ പൊസിഷനിൽ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഒരു തോക്കിൻ്റെ ഷേപ്പ് ഉണ്ട് എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അപ്പോൾ അവർ കണ്ടാൽ പെട്ടെന്നൊരു തോക്ക് പോലെ തോന്നും. കാര്യം ഇതിനകത്ത് ഈ എന്താ പറയുക ലോക്കും ഈ അഡാപ്റ്ററും ക്യാമറയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നിക്കണം. അതുകൊണ്ടാണ് ഇതൊരു ആരോ വിളിച്ച് പറഞ്ഞത് അതൊരു തോക്കാണെന്ന് കണ്ടോ. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് വേണമെങ്കിൽ തോക്കായിട്ട് ഉപയോഗിക്കാം, ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി.